ഇന്നത്തെ ചാപ്റ്ററിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം വെക്കാൻ പോവുകയാണ്. ഭക്ഷണം കുറച്ച് വ്യായാമം ചെയ്യുകയാണെങ്കിൽ ശരീരഭാരം കുറക്കുക അല്ലെങ്കിൽ വെയിറ്റ് കുറക്കുക എന്നുള്ള കാര്യം പലർക്കും അറിയാം. എന്തുകൊണ്ട് ആളുകൾ ഇത് ചെയ്യുന്നില്ല? ഇതിന് ഉത്തരമാണ്, നമ്മൾ ഈ എക്സസൈസിന്റെ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായി മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം മനസ്സിനാണ് കൺട്രോൾ ആക്കേണ്ടത്. മറ്റേത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേത് ഒന്നോ രണ്ടോ ആഴ്ച എക്സസൈസ് ചെയ്ത് അവരെ നിർത്തിപ്പോകും. അപ്പം മനസ്സിനെ കൃത്യമായി കൺട്രോൾ നിർത്തേണ്ടതുണ്ട്. മനസ്സിന് എക്സസൈസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. മനസ്സിനൊന്ന് പറഞ്ഞ് ഇരുത്തേണ്ടതുണ്ട്. അതായത് എക്സസൈസ് ചെയ്താൽ നമ്മുടെ ശരീരത്തിലുള്ള ബെനിഫിറ്റുകളെ കുറിച്ച് നമ്മൾ കൃത്യമായി ബോധവൽക്കരണം നമ്മൾ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിനെ പറഞ്ഞ് നിയന്ത്രിക്കാൻ, മനസ്സിനെ കൺട്രോൾ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട പ്രാക്ടീസിനെ കുറിച്ചാണ് ഇന്നത്തെ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ എക്സസൈസിൽ നീങ്ങുകയാണ്. എക്സസൈസ് നീങ്ങുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതുണ്ട്. അതായത് 5-6 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഇത്ര വെയിറ്റ് കുറയണം, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഇത്ര വെയിറ്റ് കുറയണം, അല്ലെങ്കിൽ ആദ്യത്തെ മാസം എനിക്ക് ഇത്ര വെയിറ്റ് കുറയണം. അങ്ങനെ കൃത്യമായി ലക്ഷ്യം വെക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നടക്കുന്ന ലക്ഷ്യങ്ങൾ മാത്രം വെക്കുക. അതായത് ചില ആളുകൾക്കും എനിക്കൊരു 6 മാസം കൊണ്ട് 20 കിലോ കുറയണം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം നടക്കുന്ന ലക്ഷ്യങ്ങൾ മാത്രം വെക്കുക. ചിലർ പറയും ആദ്യത്തെ മാസം എനിക്ക് 6 കിലോ കുറയണം, നടക്കൂല. അപ്പം എന്ത് ചെയ്യുക, ആദ്യത്തെ മാസം ഒരു 1, 2, 3 കിലോ കുറയുന്ന ലക്ഷ്യങ്ങളിലേക്ക് വെക്കുക. ഇങ്ങനെ കൃത്യമായി ലക്ഷ്യം വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാനും. എന്നാൽ മാത്രമേ ഈ സംവിധാനം നിലനിൽക്കുക ഉള്ളൂ. പിന്നെ ചെയ്യേണ്ടത് എക്സസൈസിന് കൃത്യമായി സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതായത് പലരും ചെയ്യുന്ന ജോലികൾക്കനുസരിച്ച് രാവിലെയോ വൈകുന്നേരമോ ഒരു കൃത്യ സമയം കണ്ടെത്തുക. അത് നമ്മൾ രാവിലെ പല്ല് തേക്കുന്നത് പോലെ അല്ലെങ്കിൽ കുളിക്കുന്നത് പോലെ ബാത്റൂമിൽ പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ റൂട്ടീനാക്കി മാറ്റാൻ ശ്രമിക്കണം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, മനുഷ്യന് ഒരേ കാര്യം തന്നെ ഒരു 20-25 ദിവസം ഒരേ സമയത്ത് ചെയ്താൽ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ ഏറ്റവും നല്ലത് എക്സസൈസ് എന്നുള്ളത് നിങ്ങൾ ഒരു സ്യൂട്ടായിട്ട് സമയം കണ്ടെത്തിയിട്ട് അത് തുടർച്ചയായി വരുമ്പോൾ നിങ്ങൾ ഹാബിറ്റായിട്ട് മാറും. ഈ ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയാത്ത തന്നെ എക്സസൈസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് മാറും. അത് ഏറ്റവും നല്ല പ്രാക്ടീസാണ്. ഇപ്പം നമ്മൾ പറഞ്ഞത്, അത് കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ നല്ലൊരു വർക്കൗട്ട് പ്ലാൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ വിചാരിക്കും വർക്കൗട്ട് പ്ലാൻ ഇല്ലാന്നെങ്കിൽ ഇന്ന് എന്ത് ചെയ്യും, ഇന്ന് ആദ്യം എന്ത് ചെയ്യും, അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി പോലെ ഒരു കൃത്യമായൊരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് ആ കമ്മ്യൂണിറ്റിയിലെ പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കരുത്. കമ്മ്യൂണിറ്റി എന്താണോ പറയുന്നത് അതേപോലെ പറയാം. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി തുടക്കത്തിൽ വരുന്ന ആളുകൾക്ക് വിചാരിക്കുന്നത് എന്താ, ചെറിയ എക്സസൈസ് ആണല്ലോ. അല്ല, ഇത് നമ്മൾ ബോൾ ബോഡി എക്സസൈസ് ആണ്. അത് 2-3 മാസം ചെയ്യുന്നതോട് കൺസിസ്റ്റൻ്റായി ചെയ്യുന്നതോടുകൂടി മാജിക്കൽ റിസൾട്ട് വരും. മാജിക്കൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ശരീരം വരുന്നത് നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും. ഒരു 3-4 മാസം കൊണ്ട് ബോധ്യമാവും. അതൊരു 1 വർഷം 2 വർഷം കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയും. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ പല ആളുകൾക്കും മടുപ്പ് അനുഭവപ്പെടാം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ്. ഏതൊരു പാട്ടുകൾ കേൾക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇയർഫോൺ ഉപയോഗിച്ച് പാട്ട് കേട്ടിട്ട് എക്സസൈസ് ചെയ്യുക. അങ്ങനെ രീതിയിലേക്ക് മാറാം. അല്ലെങ്കിൽ എന്താ ചില സമയത്ത് എക്സസൈസ് നിർത്തി കുറച്ച് ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്തിട്ട് പിന്നെ വീണ്ടും എക്സസൈസ് കണ്ടിന്യൂസ് ചെയ്യുക. അതായത് എക്സസൈസ് ഒരു മടുപ്പ് തോന്നിക്കാത്ത രീതിയിൽ, ഒരു തമാശ, ഒരു രസകരമായ രൂപത്തിൽ എക്സസൈസ് നമ്മൾ സ്വയം അതിൻ്റെ സംവിധാനങ്ങൾ കണ്ടെത്തേണ്ടത് ഉണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രാക്ക് യുവർ പ്രോഗ്രസ്. നിങ്ങളുടെ പുരോഗതി കൃത്യമായിട്ട് നമ്മളെ വിരൽത്തുമ്പിൽ കാണേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോ സമയത്തും നിങ്ങൾ പുരോഗതി വിലയിരുത്തണം. അതിൽ ആദ്യം വേണ്ടത് ഒരു വെയിറ്റ് മെഷീൻ വാങ്ങുക, തൂക്കി നോക്കുന്ന മെഷീൻ, വെയിറ്റ് ചവിട്ടി തൂക്കി നോക്കുന്ന മെഷീൻ വാങ്ങുക. അത് വാങ്ങിയതിനു ശേഷം മാസത്തിൽ 2-3 തവണ ഇത് വെയിറ്റ് നോക്കണം. നോക്കിയാൽ പോരാ, ഒരു പുസ്തകത്തിൽ കൃത്യമായി എഴുതി വെക്കണം. എഴുതി വെച്ചാലും പോരാ, നമ്മളിത് കൃത്യമായിട്ട് വെയിറ്റ് കുറയുന്നില്ലേ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമ്മളെ പുരോഗതി ഓരോ ഘട്ടത്തിലും നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു വർഷത്തേക്കാണെങ്കിൽ ആദ്യത്തെ മാസം ഇത്ര നമ്മൾ നേരത്തെ ഒരു ലക്ഷ്യം വെച്ചല്ലോ. അപ്പോൾ ആദ്യത്തെ മാസം 3 കിലോ ലക്ഷ്യം വെച്ചെങ്കിൽ അത് ആ ഒരു മാസം കഴിഞ്ഞാൽ കൃത്യം ട്രാക്ക് ചെയ്യണം. 3 കിലോ നടന്നില്ലേ, എന്തുകൊണ്ട് നടന്നില്ല, നമ്മൾ കൃത്യമായി എക്സസൈസ് ചെയ്തില്ലേ, അതായത് ഒരു മാസം മുഴുവൻ നമ്മൾ എക്സസൈസ് ചെയ്തില്ലേ, അത് കുറേ ദിവസം സ്കിപ്പ് ചെയ്തു. അപ്പോൾ അതിന് തക്കതായ കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന കാര്യത്തെ കൃത്യമായി ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായി പുസ്തകത്തിൽ ഓരോ മാസം ഇത്ര കുറഞ്ഞത് കൃത്യമായി പുസ്തകത്തിൽ രേഖപ്പെടുത്തി പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ ചില കാര്യങ്ങൾ ഇതിൽ നമ്മൾ മാനസികമായി പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഈ എക്സസൈസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളെ പാർട്ട്ണറോട് അല്ലെ നമ്മളെ ഹസ്ബൻഡിനോട് നമ്മൾ ഭാര്യയോട് പറയണം, ഞാൻ എന്തായാലും ഇത്ര മാസം കൊണ്ട് ഇത്ര കിലോ വെയിറ്റ് കുറക്കും. ഒരു അനൗൺസ്മെന്റ് ചെയ്യുക. ഭർത്താവിനോട് നമ്മൾ പറയുന്നത് ചെയ്യുക, ഞാൻ 6 മാസം കൊണ്ട് ഇത്ര കിലോ വെയിറ്റ് കുറച്ചിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട്, ഓഫീസിലുള്ള സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത സുഹൃത്തുക്കളോട് എല്ലാവരും പറയാൻ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ 6 മാസം കൊണ്ട് ഇത്ര കിലോ കുറച്ചിരിക്കും. അത് നമ്മൾ ബോധപൂർവ്വം കാരണം അതൊരു വലിയ മാനസിക പ്രാക്ടീസാണ്.
ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറയാം. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഒരു 6 മാസം കൊണ്ട് 10 കിലോ ഞാൻ കുറച്ചിരിക്കും, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാം. അപ്പോൾ സുഹൃത്തിൽ 2-3 മാസം ഞാൻ ചോദിക്കും, എന്താ കുറയാത്തത്, എന്താ കുറയാത്തത്. അപ്പോൾ നമുക്കെന്തൊരു വാശി വരും, വാശി എന്താണ് ചെയ്യണം എന്നുള്ളത്. അത് നല്ലൊരു മാനസിക പ്രാക്ടീസാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പാർട്ട്ണറോട്, ഭാര്യയോട്, ഭർത്താവിനോട് പറയാൻ, എന്നിട്ട് സുഹൃത്തുക്കളോടോ വേണ്ടപ്പെട്ട ഒരു 4-5 ആളുകളോട് പറഞ്ഞു വിടുക, ഈ 6 മാസം കൊണ്ട് ഞാൻ ഇത്ര കിലോ കുറച്ചിരിക്കും എന്നുള്ളത്. എന്നാലും എന്ത് ചെയ്യും, ഇവർ ഒരു 5-6 പേരോട് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അവർ 2-3 പേര് തിരിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു വാശി വരും. ഈ വാശി നല്ലൊരു മാനസിക പ്രാക്ടീസാണ്. അത് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും അത് ബോധപൂർവ്വം അത് നമ്മളെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ബോധപൂർവ്വം ഈ വാശി നിയന്ത്രണ സംവിധാനം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊരു പ്രാക്ടീസാണ് നമ്മൾ നമുക്ക് തന്നെ സമ്മാനങ്ങൾ കൊടുക്കുക. മനസ്സിലായിട്ടുണ്ടായിരിക്കും. എൻ്റെ ഒരു മെൻറ്ററുണ്ട്, മെൻറ്ററിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ മെൻറ്റർ നല്ല വിജയിച്ചൊരു വ്യക്തിയാണ്. മനസ്സിനെ കൃത്യമായി പ്രാക്ടീസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മേഖലയിൽ കേരളത്തിൽ തന്നെ നല്ല വിജയിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം ബോധപൂർവ്വം ചെയ്യുന്ന പ്രാക്ടീസ്, കൂടുതൽ വർക്കുള്ള ദിവസങ്ങൾ, ഒരു ദിവസം കൂടുതൽ വർക്ക് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, രാവിലെ തന്നെ സിനിമാറ്റിക് എടുത്ത് നോക്കും. എന്ത് ചെയ്യും, വൈകുന്നേരത്തിന് മുമ്പ് ആ വർക്ക് തീർന്നാൽ മാത്രമേ ഈ സിനിമക്ക് പോകുള്ളൂ തീരുമാനിക്കും. അപ്പോൾ അദ്ദേഹം പറയാം, ഇത് ഭയങ്കര വിജയമായിരുന്നു. നമുക്ക് നമ്മളെ കഴിവ് സ്വയം കണ്ടെത്താൻ പറ്റും. അതായത് എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ വർക്കിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അന്ന് കൂടുതൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ സന്തോഷത്തോടെ നമ്മൾ ജോലി ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നത്. ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഘട്ടമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു മടുപ്പും നമുക്ക് അനുഭവപ്പെടില്ല. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മുടെ ഷൂ അല്ലെ ഡ്രസ്സുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അലക്കി തേച്ച് വൃത്തിയായിട്ട് ഒരു സ്ഥലത്ത് വെക്കണം. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മടുപ്പ് തോന്നുമ്പോൾ ഇന്നിപ്പോൾ ഷൂ കഴുകിയിട്ടില്ല, അന്ന് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇന്ന് ഡ്രസ്സ് അലക്കിയിട്ടില്ല, അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ചില മനുഷ്യന്മാരാണ് തിരക്കുണ്ടായിരിക്കാം, ചില തിരക്കുള്ള ദിവസമായിരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും എന്ത് ചെയ്യുക, എക്സസൈസിൽ കണ്ടെത്തുക. അത് ഡ്രോപ്പ് ചെയ്യരുത്. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ്, സാധാരണ നമ്മൾ അരമണിക്കൂർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വലിയ തിരക്കുള്ള ദിവസം ഒരു 5 മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ നമ്മൾ സ്വയം സമയം കണ്ടെത്തുക. പിന്നെ ചിലപ്പോൾ ഭയങ്കര ക്ഷീണം വന്ന അസുഖങ്ങളൊക്കെ വന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ദിവസങ്ങൾ പോലും എന്ത് ചെയ്യണം, 1-2 മിനിറ്റോ എക്സസൈസ് തുടങ്ങിയെങ്കിലും വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാനസിക പ്രാക്ടീസ് നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ നമുക്ക് ഘട്ടമായിട്ട് നമുക്ക് മടുപ്പ് തോന്നൂല. അത് എക്സസൈസ് ചെയ്യാൻ ഒരു ഉഷാർ നമുക്ക് അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സസൈസ് ഈസ് എ മെഡിസിൻ. എക്സസൈസ് ഒരു മരുന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ആധുനിക കാലഘട്ടത്തിൽ വൃദ്ധന്മാരായ പല ആളുകളും പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്ക് മാറിയിട്ട് ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യുവാക്കളായാലും നമ്മൾ അധികം വയസ്സരാത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അന്ന് വയസ്സാകാലത്ത് നമുക്ക് മരുന്ന് കുടിക്കേണ്ടി വരും. ഇത് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ഒരു മെഡിസിനാണ്. അങ്ങനെ കണ്ടാൽ ഒരു മെഡിസിൻ. ഇപ്പം മെഡിസിൻസ് കൃത്യസമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ചെയ്യുന്ന എക്സസൈസ് എന്നുള്ളത് ഒരു മരുന്നാന്ന് വിചാരിക്കുക. ആ രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ പിന്നെ ബോധപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്താൽ ഭാവിയിൽ നമുക്ക് മരുന്നുകളിൽ നിന്നും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും 100% മാറാൻ പറ്റും. 100%. അതായത് പ്രഷർ, പ്രമേഹം, ഷുഗർ, ഇങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നിങ്ങൾ കൃത്യമായി ഭക്ഷണം നിയന്ത്രിച്ച് കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് എക്സസൈസ് നിങ്ങൾ ഒരു റൂട്ടീൻ നിങ്ങളുടെ ലൈഫിന് ഭാഗമാക്കി മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഭാവിയിൽ വരുന്ന വലിയ അപകടങ്ങളിൽ നിന്നും വലിയ അസ്വസ്ഥതയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യത കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മൈൻഡ് പ്രാക്ടീസാണ് നെവർ മിസ് ട്വൈസ് റൂൾ. അതായത് ഒരിക്കലും എക്സസൈസ് 2 ദിവസം കണ്ടിന്യൂസ് നിർത്തി വെക്കാൻ പാടില്ല. മനുഷ്യനാണ്, ഒരുപാട് സാഹചര്യങ്ങൾ വരാം, ഒരുപാട് ജീവിതത്തിൽ പല സംഭവ വികാസങ്ങളൊക്കെ വരാം. നമുക്ക് ചിലപ്പോൾ അപൂർവം ഒരു ദിവസമൊക്കെ എക്സസൈസ് ചെയ്യാതിരിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷെ ഒരു കാരണവശാലും തുടർച്ചയായി 2 ദിവസം എക്സസൈസ് നിർത്തി വെക്കാൻ പാടില്ല. അത് നമ്മുടെ ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യും. ഈ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുന്നതാണ് പല ആളുകളെയും എക്സസൈസിൽ നിന്ന് പിന്മാറാൻ അവരെ പ്രേരണ കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ബോധപൂർവം ഈ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ബോധപൂർവം ഒരിക്കലും 2 ദിവസം എക്സസൈസ് ഒരിക്കലും നിർത്തിവെക്കാൻ പാടില്ല. ഇൻ കേസ് അങ്ങനത്തെ ഒരു ഘട്ടം, അതൊരു വലിയ ഭീകരമായ ഘട്ടം വരികയാണെങ്കിൽ 3-ാമത്തെ ദിവസം അതിൻ്റെ ഒന്നും ചിന്തിക്കാതെ എക്സസൈസ് ചെയ്തിരിക്കണം. ഇത്തരം കാര്യങ്ങൾ, ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് എക്സസൈസ് എന്ന മേഖലയിൽ നിലനിൽക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, ഭക്ഷണം നിയന്ത്രിച്ചാൽ, വ്യായാമം ചെയ്താൽ മെലിയുമെന്ന് ലോകത്തിലെ ആളുകൾക്ക് അറിയാം. പക്ഷെ ചെയ്യാതിരിക്കാനുള്ള കാരണം മുകളിൽ പറഞ്ഞ കാരണങ്ങളാണ്. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണുക, ഹെൽത്തുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക, ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൃത്യമായിട്ട് ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മനസ്സ് റെഡിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, നിങ്ങളുടെ മനസ്സ്
നിങ്ങളെ മനസ്സിനെ റെഡിയാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ എക്സസൈസ് എന്നുള്ള കാര്യത്തിലേക്ക് നീങ്ങാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ 1-2 ആഴ്ച കഴിഞ്ഞാൽ ഡ്രോപ്പ് ചെയ്ത് പോകും. നിങ്ങൾ നിങ്ങളുടേതായ ചിന്തയിലേക്ക് മാറിപ്പോകും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുക, ഈ മനസ്സിനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം, മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബോധപൂർവ്വം എന്ത് ചെയ്യുക, ഘട്ടം ഘട്ടമായി പ്രാക്ടീസ് ചെയ്യുക. എക്സസൈസ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. എത്രത്തോളം എക്സസൈസ് എന്നാൽ മരണം വരെ ചെയ്യണം. എന്നാൽ നമ്മൾ വയസ്സാം കാലത്ത് നമ്മൾ വരാവുന്ന പല ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് വയസ്സാം കാലത്ത് നമ്മൾ നല്ലൊരു ഹെൽത്തിയായി ജീവിക്കാനും നമ്മെ കൊണ്ട് മറ്റുള്ളവർക്കോ നമ്മളെ പേരമക്കൾക്കോ നമ്മളെ മക്കൾക്കോ പ്രയാസങ്ങളില്ലാതെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ജീവിച്ച് ദീർഘായുസോടെ ജീവിക്കാനും ഈ മണ്ണിൽ നിന്ന് നല്ല സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ നമുക്ക് സാധ്യതകൾ വളരെ കൂടുതലാണ്.